ഇന്ന് കാലത്ത് തന്നെ കുളിച്ചൊരുങ്ങി ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ പോവാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തരും കഴിഞ്ഞ കുറച്ചു നാളുകളായി ചോദിക്കുന്നതിന്റെ ഉത്തരമാണ്. ചേട്ടൻ കമ്മിറ്റഡ് ആണോ? അത് പറയുന്നതിന് മുമ്പേ പ്രണയ സാഫല്യം എന്നത് മധുരമേറിയ ഒന്നാണല്ലോ. അതുകൊണ്ട് നമുക്കിന്ന് ഒരു മധുരം തന്നെ ഉണ്ടാക്കാം. വേറൊന്നുമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട എളുപ്പത്തിൽ ഉണ്ടാക്കാൻ അറിയാവുന്ന സേമിയ പായസം. കാരണം നമ്മുടെ യൂട്യൂബ് ചാനലിൽ 13 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. കൂടെ പ്രണയകഥയും പറയാം. എന്റെ 12ാം ക്ലാസ്സിൽ ഞാൻ അധികാരോടും സംസാരിക്കാറില്ല. കുറച്ചു കൂട്ടുകാരായിട്ടായിരുന്നു കൂട്ട്. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ബസ്സൊക്കെ കയറി 13 കിലോമീറ്റർ വേണം സഞ്ചരിക്കാൻ. പലപ്പോഴും ഒരു ബസ് സ്റ്റോപ്പില് എന്റെ നായികയെ ഞാൻ കാണാറുണ്ട്. ബസ്സിലായതുകൊണ്ടും ഞാൻ കുറെ നേരം നോക്കിയും നിൽക്കും. പോവേ എന്റെ നോട്ടം കൂടിയും വന്നു. അവൾക്കത് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ അവളെ കാണാൻ വേണ്ടി അവളുടെ വീടിനടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോയി പലപ്പോഴും കാണാറുണ്ട്. ആ സമയത്ത് അധികാരോടും സംസാരിക്കാത്ത ഇൻട്രോവേർട്ടായ ഞാൻ ഒരു പെൺകുട്ടിയോട് തന്റെ പ്രണയം തുറന്നു പറയുന്നത് വലിയ പ്രയാസം തന്നെയാണ്. കാര്യം എങ്ങനെ അവതരിപ്പിക്കാമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം വഴി ഒരു ഫോളോ റിക്വസ്റ്റ് അങ്ങ് വിട്ടത്. സ്റ്റാർട്ടഡ് ഫോളോയിങ് എന്നതിൽ പിടിച്ചു കയറി മെസ്സേജ് അയക്കലായി. മെസ്സേജുകൾക്ക് കാത്തിരിപ്പായി. ആരും കാണാതെ കോളുകൾ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോയി. എന്റെ പ്രണയം പറയണോലോ. പലപ്പോഴും കാണാറുള്ള അമ്പലത്തിൽ തന്നെ വെച്ച് മുരുകനെയും കൂട്ടുപിടിച്ച് എന്റെ പ്രണയം ഞാൻ തുറന്നു പറഞ്ഞു. അങ്ങനെ 5 മാസം 15 ദിവസത്തെ എന്റെ പ്രണയം പറയുമ്പോ ഞെട്ടിച്ചുകൊണ്ട് തിരിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ സേമിയ പായസം റെഡിയായി. ഇനി കഥാനായിക്ക് കൊണ്ടുപോയി കൊടുക്കാം. ഞങ്ങളുടെ പ്രണയകഥ പോലെ തന്നെ മധുരമേറിയ സേമിയ പായസം ഗംഭീരമായി. 5 വർഷത്തെ പ്രണയം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും നമുക്ക് കാണാമെന്ന പ്രതീക്ഷയിൽ